ഇടുക്കി മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ ഇനി തേയിലക്കൊളുന്ത് ചുമക്കുന്നത് തൊഴിലാളികളല്ല, ക്വാഡ്കോപ്റ്റർ ഡ്രോൺ. കുന്നും താഴ്വരയും മറികടന്ന് പച്ചക്കൊളുന്ത് ഫാക്ടറിയിലെത്തിക്കാൻ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി പരീക്ഷണവുമായി ഹാരിസൺസ് മലയാളം ലിമിറ്റഡ്. തൊഴിലാളികളുടെ ജോലിഭാരം കുറയ്ക്കാനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുമാണ് ലക്ഷ്യം. മൂന്നാറിനടുത്തുള്ള ദേവികുളത്തെ ലോക്കാർട്ട് എസ്റ്റേറ്റിലാണ് ക്വാഡ്കോപ്റ്റർ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിന് തുടക്കമായത്. ഹാരിസൺസ് മലയാളം ലിമിറ്റഡും ട്രോപ്പോ വർക്സ് കമ്പനിയും സംയുക്തമായാണ് പരീക്ഷണം നടത്തുന്നത്. തോട്ടത്തിൽ നിന്ന് ശേഖരിക്കുന്ന പച്ചത്തേയിലക്കൊളുന്ത് വെയ്മെന്റ് സെന്ററുകളിലേക്കും ഫാക്ടറിയിലേക്കും അതിവേഗത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. ദുഷ്കരമായ ഭൂപ്രകൃതിയുള്ള തേയിലത്തോട്ടങ്ങളിൽ തൊഴിലാളികളുടെ ജോലിഭാരം കുറയ്ക്കുക, ഗതാഗതത്തിന് വേണ്ട സമയം ലാഭിക്കുക, അതോടൊപ്പം കമ്പനിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. This is mainly to overcome the labor shortage in the industry. And now 2 years back we were the first to implement battery operated tea harvesters, and now we are harvesting tea with 100% mechanized way. In future days we'll be transporting leaf through payload drones, and this will increase the productivity of the workers in days to come, and that will increase their earnings too. നിലവിലെ പരീക്ഷണം വിജയകരമായാൽ കൂടുതൽ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ക്വാഡ്കോപ്റ്റർ ഡ്രോണുകൾ എത്തിക്കാനാണ് കമ്പനിയുടെ തീരുമാനം. തുടർന്ന് ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ എല്ലാ എസ്റ്റേറ്റുകളിലേക്കും ഈ സംവിധാനം വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. ദക്ഷിണേന്ത്യയിൽ തന്നെ തേയിലത്തോട്ടങ്ങളിൽ ഇത്തരമൊരു ഡ്രോൺ പരീക്ഷണത്തിന് തുടക്കമിടുന്ന ആദ്യ സംരംഭമാണ് ഇതെന്നാണ് കമ്പനി പറയുന്നത്. ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് ലോക്കാർട്ട് എസ്റ്റേറ്റ് is one of the first estates in India to move from normal conventional spraying to drone spraying, and we are one of the first plantations to move towards mechanization. ഡ്രോൺ സംവിധാനം നിലവിൽ വരുന്നതോടെ ചുമട്ടുഭാരം കുറയുമെന്ന സന്തോഷത്തിലാണ് തൊഴിലാളികൾ. எங்களுக்கு பிரயோஜனம் சார். கொழுந்து எடுத்துகிட்டு போகும்போது எங்களுக்கு 10 கிலோ எக்ஸ்ட்ரா வெட்டுவோம். நாங்கள் கம்பெனினால எங்கள் எடுத்து போகும்போது கூட 10 கிலோ ஒரு நிறையில் போகும்போது 100 நிறைய சேர்த்து வெட்டி கொண்டு வந்துடுவோம். ചുമക്ക വേണ്ട, എങ്ങൾക്ക് கொஞ்சம் ഈസിയാവും இருக்கும்ல. പരീക്ഷണത്തിന്റെ ഫലങ്ങൾ വിലയിരുത്തിയ ശേഷമാകും പദ്ധതി കൂടുതൽ എസ്റ്റേറ്റുകളിലേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഈ പരീക്ഷണ പറത്തൽ വിജയം കണ്ടെത്തിയാൽ തൊഴിലാളികളുടെ ജോലിഭാരം കുറയുന്നതിനൊപ്പം തന്നെ കമ്പനിയുടെ ഉൽപാദനവും കൂട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികാരികൾ. ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.